അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇന്ന് അടപ്രഥമൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഓണത്തിനുണ്ടാക്കിയ അടപ്രഥമനായിരുന്നു. അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പശുവും പാലും കൂടെ ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഒക്കെയാണ്. അതുപോലെ തന്നെ സദ്യക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ റിബൺ അടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ക്വാളിറ്റി ബ്രാൻഡൊന്നും അല്ല, ഇവിടെ ഇപ്പം അതേ കിട്ടുള്ളൂ കേരള സ്റ്റോറിൽ നിന്ന്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ഒടിച്ച് വേണം നമ്മൾ റിബൺ അട എടുക്കാനായിട്ട്. ഇതിലും കുറച്ചുകൂടെ ചെറുതായിട്ട് പൊട്ടിക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നല്ല കട്ടിയുണ്ടായിരുന്നു, അപ്പോൾ പൊട്ടിക്കാനൊക്കെ അത്യാവശ്യം നല്ല പാടുള്ളൊരു റിബൺ അടയായിരുന്നു. അപ്പോൾ ഒരു 200 ഗ്രാം അടയ്ക്ക് ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കിലോ അട ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 കിലോ ശർക്കര എടുക്കുക. അപ്പോൾ അട വേവിക്കാനായിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് അട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ല വേവുള്ള അടയായിരുന്നു ഇത്. കുറച്ച് സമയം എടുത്ത് എനിക്കിത് വെന്ത് കിട്ടാനായിട്ട്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അട നോക്കി വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത 400 ഗ്രാം ശർക്കര ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോ അതിൽ കുറവോ വെള്ളത്തിൽ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അത് മൊത്തം വറ്റിക്കാൻ സമയം വേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ മാത്രം ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പം നമ്മൾ നല്ല ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചേക്കുക. ഒരുപാട് നേരമല്ല, കുറച്ചൊരു സെക്കൻഡ്സ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ അടിയിലോട്ട് അത് താന്ന് നിൽക്കും. ഇനി നമുക്കിതൊന്ന് അരിച്ചൊരു അരിപ്പയിൽ കൂടി എടുക്കാം. നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 400 ഗ്രാം ശർക്കരയാണ് ഉരുക്കിയെടുത്തത്. 200 ഗ്രാം അടയ്ക്കും. അപ്പം നമ്മുടെ അട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം നമ്മൾ തീ ഓഫ് ചെയ്യുക. കാരണം നമ്മളിനി ശർക്കര പാനീയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേവില്ല. അതുകൊണ്ട് കഴിച്ച് നോക്കുക. നല്ല വെന്തതിന് ശേഷം മാത്രം നമ്മൾ നിർത്തുക. അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെയും നമ്മളൊരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് കഴുകി നല്ലപോലെ എടുക്കുക. ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാത്രത്തിലോ ഉരുളിയിലോ നമ്മളിതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ശർക്കര പാനിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കി നല്ലപോലെ വറ്റിച്ചെടുക്കണം. ഇതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. ഒരു വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. അപ്പോൾ ഒരു 1.5 മീഡിയം സൈസിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതാദ്യം ഞാൻ കുറേശ്ശെയായിട്ടാണ്. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും വേണം. അപ്പം അങ്ങനെ വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ച് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് 1-ാം പാല്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ 1-ാം പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള തേങ്ങയിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ച് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പം അത് കുറച്ച് ലൂസായിട്ടുള്ള പാലായിരിക്കും. ഇതാണ് 2-ാം പാല്. അപ്പോൾ ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ ബാക്കി വന്ന എല്ലാം കൂടി ഇട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തതാണ് നമ്മുടെ 3-ാം പാല്. അത് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ളൊരു പാലാണ്. അപ്പോൾ നമ്മുടെ 3 പാലും നമുക്ക് റെഡി ആയിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അട നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അടയിലോട്ട് ശർക്കരയൊക്കെ പിടിച്ച് നല്ല മധുരമുള്ള അടയായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്ത് ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ച് ഇളക്കി വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ച് വെച്ച് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇളക്കി ചേർക്കുന്നത്. അപ്പോൾ 3-ാം പാൽ ഒഴിച്ച് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. നമുക്കിതിലോട്ട് 2-ാം പാലോ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്ത പോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ശർക്കരയ്ക്ക് നല്ല കളറുള്ള ശർക്കരയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പായസത്തിനും നല്ല കളറുള്ളത്. ശർക്കരയ്ക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കളറായിരിക്കും. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ച് നല്ലപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെക്കുക, തിളയ്ക്കാതിരിക്കാൻ നോക്കുക. നമ്മളിങ്ങനെ ഇളക്കി തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാനേ പാടില്ല.
നല്ലപോലെ ഒന്ന് കുറുകിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് പാതിരാത്രിക്കാണ് ഉണ്ടാക്കുന്നത്. സദ്യക്കൊക്കെ ആകുമ്പോൾ പിറ്റേന്ന് ഒരുപാട് കറികൾ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെക്കും. നമ്മുടെ പ്രഥമൻ ഉണ്ടാക്കുന്നത് ഒരുപാട് സമയം എടുക്കുന്നൊരു ജോലിയാണ്. അതുകൊണ്ട് സദ്യക്കൊക്കെ ആകുമ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത് വെക്കുക. അതിന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ പറയാം. അപ്പോൾ നമ്മളിവിടെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയ തീയിൽ വേണം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ പ്രഥമനിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു കുറുകിയാണ് ഇരിക്കുന്നത്. ഇത് ഇനിയും കുറുകും ഇരിക്കുമ്പോൾ. അപ്പോൾ പിറ്റേന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഇതൊന്ന് നമുക്ക് വിളമ്പാനുള്ള സമയമാകുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് മാത്രം നമുക്ക് സെർവ് ചെയ്യേണ്ട അത്രയും ഒരു ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് കുറച്ച് പാല്, തേങ്ങാപ്പാലല്ല പശുവും പാല്, പഞ്ചസാര ഇട്ട് തിളപ്പിച്ചൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വൈകുന്നേരമൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ സമയത്ത് ഇതുപോലെ തന്നെ നമുക്കിത് ചൂടാക്കി എടുക്കാം പശുവും പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ആദ്യം നമ്മളൊന്ന് കുറുക്കി ഉണ്ടാക്കി വെച്ചാലും. അതല്ല നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പശുവും പാലും കൂടി ഇതുപോലെ ഒഴിച്ച് നോക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.